ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എവിടേക്കാണ് പോകണമെന്നോ, അപ്പോൾ ഞങ്ങൾ വാണിയംകുളം വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ നന്ദമോൻ്റെ മരുന്നുകളൊക്കെ കഴിയാറായി. അപ്പോൾ മരുന്ന് വാങ്ങും ചെയ്യണം. പിന്നെ മല്ലി മുളകൊക്കെ ഉണക്കി വെച്ചായിരുന്നു, അതൊന്ന് പൊടിപ്പിക്കും വേണം പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ നമ്മുടെ അച്ചു ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചുവാണ് വണ്ടി ഓടിക്കുന്നത്, അല്ലെങ്കിൽ ഏട്ടല്ലല്ലോ. ഇപ്പോൾ ഏട്ടൻ വർക്കിന് പോർക്കാണ്. അപ്പോൾ ഏട്ടൻ വണ്ടി കൊണ്ടുപോകാതെയാണ് വർക്കിന് പോയത്, വേറെ വണ്ടിയിൽ ഓടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വാണിയംകുളത്തേക്ക് ആദ്യം ചെന്നത്. എന്നിട്ട് നമ്മുടെ അച്ചയോടെ നമ്മുടെ നീതിയിൽ നിന്നാണ് മരുന്ന് വാങ്ങുക കേട്ടോ. അപ്പോൾ നീതിയിൽ നിന്നാകുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ മരുന്നിന് കുറച്ച് വില കമ്മി ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും അധികം വാങ്ങുക നീതിയിൽ നിന്നാണ്. അപ്പോൾ നീതിയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ലതാണ്. അപ്പോൾ നന്ദുമ്പോൾ ഇപ്പോൾ ഒരു അഞ്ചാറ് കൊല്ലം പോരാ, ഒരു 6-7 കൊല്ലമായി മരുന്നുകൾ കുടിക്കണു. ഒരു 3-4 തരം മരുന്നുകളുണ്ട്. അപ്പോൾ അവനിപ്പോൾ മരുന്ന് കുടിച്ച് ശീലമാണ്. ഏത് മരുന്ന് കുടിക്കാനും അവന് ശീലമാണ്. അപ്പോൾ നമ്മൾ വാണിയംകുളത്തു നിന്നൊക്കെ പോന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ മല്ലിയും മുളകൊക്കെ പൊടിക്കാൻ കൊടുത്തിരുന്നത്. അപ്പോൾ അത് പൊടിക്കണ വരെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും ഞങ്ങൾക്ക് അച്ചു ഐസും ജ്യൂസും ഒക്കെ വാങ്ങി തന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ നാളെ നമ്മുടെ നാത്തൂൻ്റെ തറയുടെ പണി തീർച്ചയാണ്. നമ്മൾ തറപ്പണിയൊക്കെ കഴിഞ്ഞാൽ പണി തീർച്ച പറയില്ലേ. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ തിരക്കാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ തന്നെ വീട്ടിൽ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വരുമ്പോൾ അവർക്ക് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ വിച്ചുവിനൊക്കെ ചിക്കൻ പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ ഞങ്ങൾ കാശുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തന്നെ ബിരിയാണി വെക്കുകയാണ്. അപ്പോൾ ബിരിയാണി ഞാൻ നേരത്തെ വെച്ച് ദമ്മിട്ട് വെച്ചു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ പിന്നെയാണ് ഓർമ്മ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ ചിക്കൻ വറക്കണേൻ്റെയും അങ്ങനെ ചെറിയ വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ വിച്ച് വറക്കുമ്പോൾ തന്നെ 2 കാലം കൈ പിടിച്ചിരിക്കുന്നുണ്ട്, ചിക്കൻ്റെ കാലം കൊണ്ട്. അപ്പോൾ ഇത് കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. ഞാൻ ചിക്കൻ്റെ കാലാണ് കഴിക്കണേ പറഞ്ഞിട്ട്. അപ്പോൾ ദേവുട്ടി സ്കൂളിൽ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടാണ് പോകണം, അമ്മ ഒന്ന് ബിരിയാണി വെക്കില്ലേ, എനിക്ക് എടുത്ത് വെക്കുമോ, അപ്പോഴത്തേക്കും കഴിയുമോ, എപ്പോഴാണ് ഉണ്ടാക്കുക, അങ്ങനെ 100 ടെൻഷനായിട്ടാണ് അവൾ പോർക്കണത്. അപ്പോൾ ബസ് കയറ്റി വിടുമ്പോൾ തന്നെ അവൾ കരഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അവൾക്കുള്ള 2 ചിക്കൻ കാലൊക്കെ എടുത്ത് വെച്ചു. അവൾക്ക് കാലന്നെ വേണം. അമ്മ എനിക്ക് കാലന്നെ എടുത്ത് വെക്കണേന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയത്. അപ്പോൾ നന്ദുവിനെ അമ്മ അപ്പുറത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു പരിപാടി നടക്കില്ല. ചിക്കനും ആവില്ല, ബിരിയാണി ആവില്ല, ഒന്നും ആവില്ല. അപ്പോൾ അവന് ഇടയ്ക്ക് അതിന് വിശക്കണേന് ഞങ്ങൾ ഇഡ്ഡലിയും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു രാവിലത്തെ, അതൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ ചിക്കനിലേക്കുള്ള മസാല കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വാടി അതിലേക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്തിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ പിടിച്ചു. അവർക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണിത്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം അവർ കൊടുക്കുമോയെന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഈ കുട്ടികളെയും മക്കളെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്നും പറ്റില്ല. നമ്മുടെ നന്ദമോൻ്റെ കാര്യങ്ങൾ അറിയണമല്ലേ. ഇപ്പോൾ കുട്ടികൾ സ്കൂളിലേക്കും പോവുകൊണ്ട് അത് രാവിലത്തെ ഭക്ഷണം കൊടുക്കലാവില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഉച്ചയ്ക്കുള്ളത് ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് ഉച്ചയ്ക്കുള്ളത് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്കുള്ള മസാലയൊക്കെ സെറ്റായി. അതിൽ ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാലയാണ് ഇട്ടത്. ആവശ്യത്തിന് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും വേറെ ഇട്ടു. എന്നിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ട് വറുത്ത ചിക്കൻ അതിലേക്ക് ഇടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ദമ്മിട്ടത് ഞാൻ ഇടയ്ക്കൊന്ന് പോയിട്ട് പൊക്കി നോക്കിയായിരുന്നു. അപ്പോൾ രണ്ടാമതും പോയി നോക്കി. അപ്പോഴാണ് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണാത്തത്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ മല്ലിയിലയും പുതിനയിലയും ഞാൻ അതിൻ്റെ മുകളിൽ വേർതിരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 കിലോ ബിരിയാണി അരി കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ബിരിയാണി വെച്ചത്. അപ്പോൾ ഇത് ചെമ്പ് കുറച്ച് ചെറിയ ചെമ്പായിപ്പോയി. അതൊന്നും സാരമില്ല, ബിരിയാണിയൊന്നും കുഴപ്പമുണ്ടായില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡിയായി. അതിലേക്ക് അച്ചാറും സാലഡും ഉണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊണ്ട് ഞങ്ങൾ പോയി. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയായി. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ്